സിറിൽ വാസിൽ പിതാവ് പീപ്പിൾ ഡെലിഗേറ്റ് ആയിട്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സഭ അത് സ്വീകരിച്ചത്. എന്നാൽ വന്ന് ആ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു അനുരഞ്ജന ചർച്ചയ്ക്കൊന്നുമല്ല, സിനഡ് എടുത്ത തീരുമാനം അത് നടപ്പിൽ വരുത്താനായിട്ട് മാത്രമാണ് എന്റെ ഡെലഗേഷൻ, അല്ലെങ്കിൽ എന്റെ അപ്പോസ്റ്റലേറ്റ് അത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ കേൾക്കാതിരിക്കുകയും എന്നാൽ മറുവിഭാഗത്തെ അദ്ദേഹം കൂടുതൽ വിശ്വാസ്യതയിലെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായതായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. ഒരു ഡിപ്ലോമാറ്റിക് കേഡറിലുള്ള ഒരു ആ ഒരു സ്ഥാനത്തുള്ള ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ പരിഹരിക്കാൻ വരുമ്പോൾ പാലിക്കേണ്ട മിനിമം ഡീസൻസി അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒരുപക്ഷെ അവരുടെ ഇടയിലുള്ള ഒരു വിഭാഗത്തെ മാത്രം കാണുകയും അവരെ കേൾക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ഒരു വ്യക്തിത്വമായി മാറി എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടായിരുന്നു സിറിൽ പിതാവ് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് പോലീസ് അകമ്പടിയോടുകൂടെ ബസിലേക്ക് തുറക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു അവിടെ? ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവ്യകാരുണ്യമാണ് എന്നുള്ളത് ആര് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്? നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൽ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ കരുതിയിരിക്കുന്നു, അത് ദിവ്യകാരുണ്യത്തിന് മറയാക്കി മാറ്റിക്കൊണ്ട് ദേവാലയം തുറക്കാനായിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കി എന്നുള്ളത് അത് ഏറെ അപലനീയമായ ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതൊരിക്കലും ഒരു പേപ്പൽ ഡെലഗേറ്റിന് ചേരുന്ന ഒരു പ്രവൃത്തി ആയിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെയും വിലയിരുത്തൽ. എന്നാൽ അതിനോട് ഒരു ചോദ്യം, ഏതായാലും